ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ജാനുവരി 5-ാം തീയതി സ്കന്ദഷഷ്ടിയാണ്. ഷഷ്ടി തിഥി ആരംഭിക്കുന്നത് ജാനുവരി 4-ാം തീയതി രാത്രി 10 മണി മുതൽ ജാനുവരി 5-ാം തീയതി രാത്രി 8:15 വരെയാണ്. അതുകൊണ്ട് സ്കന്ദഷഷ്ടിയായി നാം ആചരിക്കുന്നത് ജാനുവരി 5-ാം തീയതിയാണ്. പൗഷ് മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി വളരെ വളരെ വിശേഷമാണ്. വേലായുധ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്കന്ദഷഷ്ടി ഈ വർഷത്തെ ആദ്യത്തെ ഷഷ്ടിയാണ്. 2025 ആദ്യത്തെ ഷഷ്ടി. എന്തിനാണ് ഷഷ്ടി വ്രതം എടുക്കുന്നത്? എന്തിനാണ് വേലായുധ സ്വാമിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എല്ലാവരും തന്നെ ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപാസനാമൂർത്തി ഉണ്ടെങ്കിൽ പോലും നമ്മൾ വേലായുധ സ്വാമിയെ നിർബന്ധമായും പ്രാർത്ഥിച്ചിരിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കും ഇതിനു മുമ്പ് അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിതങ്ങൾക്കും ഇനി നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും അതുപോലെ നമ്മുടെ മക്കൾക്കും ഒക്കെ ഈ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ ഒരു മോചനം ഉണ്ടാകണമെങ്കിൽ നിർബന്ധമായും മഹാജ്യോതിഷിയായ വേലായുധ സ്വാമിയെ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഓരോ ഉപാസനാമൂർത്തികൾ, അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ദേവത കാണും. അങ്ങനെയാണെങ്കിൽ പോലും വേലായുധ സ്വാമിയെ മറക്കാനായിട്ട് പാടില്ല. കാരണം അദ്ദേഹമാണ് നമ്മുടെ ഓരോരുത്തരുടെയും തലയിലെഴുത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പറയും, എൻ്റെ തലയിലെഴുത്താണിത്, ഇതൊരിക്കലും മാറില്ല, ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഈ ദുരിതത്തിലാണ് കിടക്കുന്നത്, എനിക്കിതിൽ നിന്നും ഒരു മോചനമില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷേ വേലായുധ സ്വാമിയെ നമ്മൾ ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഈ ദുരിതങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു ആശ്വാസം ഭഗവാൻ തരും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. വിശ്വാസത്തോടു കൂടിയും ഭക്തിയോടു കൂടിയും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ തലയിൽ എഴുതിയ ഈ ദുരിതങ്ങളൊക്കെ നമ്മുടെ തലയിൽ എഴുതി തന്ന വേലായുധ സ്വാമി തന്നെ അതിനൊക്കെ ഒരു ശമനമുണ്ടാക്കി തരും. അതുപോലെ മക്കളുടെ ശ്രേയസ്സിന് വളരെ വളരെ ഉത്തമമാണ് ഷഷ്ടിവ്രതം എടുക്കുന്നത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എടുക്കാം, കൊച്ചുകുട്ടികൾക്ക് എടുക്കാം, എല്ലാവർക്കും എടുക്കാം. വയസ്സും പ്രായവും മതവും ജാതിയും ലിംഗവും ഒന്നും വ്യത്യാസമില്ലാതെ ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കാം. കാരണം അടുത്ത തലമുറ അവർ നന്നായിരിക്കണം. ഇനി നമുക്ക് എന്തൊക്കെ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ആശ്വാസം ലഭിക്കുന്നത്? അതുകൊണ്ട് മക്കളുടെ ആരോഗ്യത്തിനും അവരുടെ നല്ല ജീവിതത്തിനും അവരുടെ സൽസ്വഭാവത്തിനും എല്ലാത്തിനും വേണ്ടി അവരുടെ നല്ല ശ്രേയസ്കരമായ അവർക്ക് നല്ലൊരു ശ്രേയസ്കരമായ ജീവിതം നൽകുന്നതിനുമൊക്കെ വേണ്ടി ഇനി കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചില്ല. ചില കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു വിശ്വാസം കാണില്ല. പക്ഷേ അവർക്ക് വേണ്ടി അമ്മമാർക്കും അച്ഛന്മാർക്കും ഈ വ്രതം എടുത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കും. അങ്ങനെ എന്തുകൊണ്ടും ഉത്തമമായ ഒരു വ്രതമാണ് ഷഷ്ടിവ്രതം. നമ്മൾ ഓരോ വ്രതത്തിനും ഓരോ ഫലസിദ്ധികളുണ്ട്. ഇപ്പം നമ്മൾ ഏകാദശി എടുക്കും. എന്തിനാണ് ഏകാദശി എടുക്കുന്നത്? മോക്ഷമാണ്. പരമമായ ആ മോക്ഷത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏകാദശി എടുക്കുന്നത്. ഇനിയൊരു ജന്മം നമുക്ക് വേണ്ട, ഭഗവാനിലേക്ക് ലയിക്കണം, ആത്യന്തികമായി ഭഗവാനിലേക്ക് ലയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം.
മോക്ഷപ്രാപ്തിക്കാണ് ഏകാദശി കൂടുതലായും നമ്മൾ എടുത്തു പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനമൊക്കെ ഏകാദശി വ്രതം എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകും. ഭഗവാൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. ഭഗവാന്റെ ഒരു സാന്നിധ്യം എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനുള്ള ഒരു ശക്തി നമുക്ക് നൽകും. അതുപോലെയാണ് ഷഷ്ഠിവ്രതവും. ഷഷ്ഠിവ്രതം നമുക്ക് ഒരിക്കലും അഴിയില്ല എന്ന് കരുതിയ കുരുക്കുകൾ പോലും വേലായുധ സ്വാമി അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കും. ചിലപ്പം ചില പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത്. ചിലപ്പോൾ ആ പ്രശ്നം അതുപോലെ തന്നെ നിന്നുകൊണ്ട് അതിനെയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നല്ലൊരു മാർഗം ഭഗവാൻ നമുക്ക് തരും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്കൊരിക്കലും അത് മാറ്റാൻ പറ്റില്ല. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ ഭഗവാൻ നമുക്ക് മറ്റൊരു മാർഗം തരും. ആ പ്രശ്നങ്ങളിൽ നിന്നും നമുക്കൊരു പക്ഷേ മോചനം ലഭിച്ചില്ല എങ്കിൽ പോലും മറ്റൊരു നന്മയുള്ള ഒരു വഴി നമ്മുടെ മുമ്പിൽ ഭഗവാൻ തെളിയിച്ചു തന്നിട്ട് അതിലൂടെ നടക്കാൻ ഭഗവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും അതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കൊരുപാട് നന്മ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഭഗവാൻ നമ്മുടെ മുമ്പിൽ നന്മയുള്ള വഴികൾ തുറന്നു തരുന്നു എന്ന് നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്താ സംഭവിക്കുന്നത്, ദൈവമേ ഈ ജോലി നഷ്ടപ്പെട്ടു, എനിക്ക് ആകെ ബുദ്ധിമുട്ടായി എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. ആ ജോലി ആയിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ സ്ഥിരമായി ഷഷ്ഠിവ്രതം എടുത്ത് വേലായുധ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആ ജോലി നമുക്ക് നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ട ജോലിയേക്കാൾ വളരെ മികച്ചൊരു ജോലി നമുക്ക് എന്ത് ചെയ്യും, ഭഗവാൻ തരും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിത്യ ദുരിതത്തിൽ കഴിയുന്ന ആളുകളൊക്കെ ഷഷ്ഠിവ്രതം എടുത്ത് രക്ഷപ്പെട്ട ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. കാരണം ഷഷ്ഠിവ്രതമുള്ള ക്ഷേത്രങ്ങളിൽ, വേലായുധ സ്വാമി ക്ഷേത്രങ്ങളിൽ പോയി നിന്ന് നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അനുഭവസ്ഥർ ധാരാളം അവരുടെ അനുഭവങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഒരു മനസാന്നിധ്യത്തോടു കൂടിയും ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി വേണം ഷഷ്ഠിവ്രതം എടുക്കാനായിട്ട്. പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രം നിർബന്ധമായും വേലായുധ സ്വാമിയെ പ്രാർത്ഥിച്ചിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ജാനുവരി 5-ാം തീയതി ഷഷ്ഠിവ്രതം എല്ലാവരും എടുക്കണം. ഈ വർഷത്തെ ആദ്യത്തെ ഷഷ്ഠിയാണ്. എങ്ങനെയാണ് ഷഷ്ഠിവ്രതം എടുക്കേണ്ടത്? ഷഷ്ഠിയുടെ തലേ ദിവസം, അതായത് 4-ാം തീയതി വളരെയധികം ശുദ്ധാഹാരത്തിലിരിക്കുക. ഒരു നേരം അരിഭക്ഷണം കഴിച്ച് ഒരിക്കലുണ്ട് ഇരുന്ന് നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ ഷഷ്ഠിവ്രതം എടുക്കുന്നതിനായിട്ട് തയ്യാറെടുക്കുക. അന്നും സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ച് നിർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം. ഉച്ചയ്ക്ക് ഒരു നേരം വളരെ ലഘുവായി ചോറുണ്ണാം. എന്തെങ്കിലും ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി ചോറുണ്ണാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഷഷ്ഠി ദിവസം രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നെങ്കിൽ ചെയ്യുക. അതല്ല വീട്ടിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിക്കുക. നമുക്കറിയാവുന്ന നാമങ്ങളൊക്കെ വിളക്ക് തെളിയിച്ച് ജപിക്കുക. അതിനുശേഷം നിങ്ങളുടെ വ്രതം നിങ്ങൾ തീരുമാനിക്കുക, എങ്ങനെയാണ് ഞാൻ ഈ വ്രതം എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ തവണയും ഇങ്ങനെയാണ് വ്രതം എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ നിശ്ചയിക്കുക. ചിലർ ഉപവസിക്കും, ചിലർ പാലും പഴങ്ങളും കഴിച്ചിരിക്കും, ചിലർ ജലം മാത്രം കുടിച്ചിരിക്കും, ചിലർ ഒരു നേരം അരിഭക്ഷണം കഴിക്കും. ആ ഒരു നേരം അരിഭക്ഷണം കഴിക്കുന്നത് തന്നെ ചിലർ ഉച്ചയ്ക്ക് ആയിരിക്കും അത് കഴിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ഒന്നും കഴിക്കില്ല. ചിലർ രാവിലെയും വൈകുന്നേരവും പഴവർഗ്ഗങ്ങൾ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കും. ആ അരിയാഹാരം കഴിക്കുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ഉണക്കലരി ചോറ് അതാണ് കഴിക്കുന്നത്. അതല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് മാത്രമായിട്ട് കുറച്ച് പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി വറ്റിച്ചെടുക്കാം. അങ്ങനെയാണ് കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുമ്പോൾ ഷഷ്ഠിവ്രതം ശരിയായ രീതിയിൽ എടുക്കണമെങ്കിൽ നമുക്ക് സാധാരണ ചിലർ പറയും ഈ പുളി ചേർത്ത കൂട്ടാൻ കഴിക്കരുത് എന്ന് പറയും. പുളി ചേർത്ത കൂട്ടാൻ, പുളിക്ക് കുറച്ചും കൂടെ ഒരു രജസ സ്വഭാവമുണ്ട് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ മുളക് പൊടിയും ഉപ്പും ചേർത്ത് കഴിക്കാം.
അതല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഈ വാളംപുളിക്ക് പകരം നാരങ്ങ നീര് ചേർക്കാം. ഈ വാളംപുളിക്ക് ഒരു രജസ സ്വഭാവമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചിലരങ്ങനെ ഉപയോഗിക്കാത്തത്. എന്തായാലും അങ്ങനെ നമുക്ക് ഉച്ചക്കലത്തെ ആഹാരം കഴിക്കാം. അതല്ല, ചിലരാണെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഈ ചോറുണ്ണുന്നത്. അപ്പം എങ്ങനെ വേണം എന്ന് നമ്മൾ നിശ്ചയിക്കുക. അങ്ങനെ തന്നെ തുടർന്ന് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി ചായ കുടിക്കുന്ന കാര്യമാണ് എല്ലാവർക്കും പൊതുവായിട്ടുള്ള സംശയം. കാരണം സ്ഥിരമായി ചായ കുടിച്ച് ശീലിച്ച് വന്നവർക്ക് ഈ വ്രത ദിവസം ഒന്നാമത് നമ്മൾ ആഹാരം വലുതായിട്ട് കഴിക്കുന്നില്ല. അപ്പോൾ ഈ ചായയും കൂടെ കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിലർക്ക് തലവേദന എടുക്കും. അപ്പോൾ അവർക്ക് ഈ വ്രതം അതിൻ്റെ ആ ഒരു സന്തോഷത്തോടു കൂടി പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയുള്ളവർ ഒന്നിൽ നിങ്ങൾ പാല് ചേർക്കാതെ തേയിലവെള്ളമായിട്ട് കുടിക്കുക, അതും ഒരു ഗ്ലാസ് കുടിക്കുക. അതല്ല, പാല് ചേർത്തിട്ടാണെങ്കിലും നമുക്ക് കുടിക്കാം. അത് വളരെ കുറച്ച് കുടിക്കുക. നമുക്കൊരു തലവേദന എടുക്കാത്ത രീതിയിൽ നമ്മൾ കുടിക്കുക. ചിലർ 2-3 ഗ്ലാസ്സൊക്കെ കുടിക്കും. അത്രയും വേണ്ട, ഒരു ഗ്ലാസ്സൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്യുക. ഇനി ചിലർ ഏത്തപ്പഴം കഴിക്കരുത് എന്ന് പറയും. ഏത്തപ്പഴം കഴിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഏത്തപ്പഴം ഒരു ഫുൾ മീലായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ 2 ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറൊക്കെ നന്നായിട്ട് നിറയും. അപ്പോൾ അത്രയും കട്ടിയുള്ള ഒരു പഴം കഴിക്കേണ്ട, അത്രയും ഒരു രീതി വേണ്ട എന്ന് വെച്ചിട്ടാണ് ഈ ഏത്തപ്പഴം കഴിക്കേണ്ട എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ മരുന്നൊക്കെ എടുക്കുന്ന ആളുകൾ കാണും, ഷുഗർ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ എടുക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഒട്ടും വയറ് നിറയാതിരുന്ന് ഈ മരുന്നൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കരമായ ക്ഷീണവും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാം. അതുകൊണ്ടൊന്നും ദോഷമില്ല. ഈ ഭക്ഷണത്തിലല്ല ശരിക്കും ഈ വ്രതം എടുക്കുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വ്രതം അനുഷ്ഠിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഏത്തപ്പഴം പുഴുങ്ങി കഴിച്ചു എന്നിട്ട് മരുന്ന് കഴിച്ചു, അതിലൊന്നും ഒരു ദോഷമില്ല. ഇനി അതും കഴിക്കാതെ പട്ടിണി ഇരുന്ന് മരുന്ന് കഴിച്ചിട്ട് തല ഇറങ്ങി വീണ് നമുക്ക് ഈ വ്രതം എടുക്കാൻ പറ്റാത്തതാണോ നല്ലത്? അല്ല, ഒരു ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങി കഴിച്ചിട്ട് നമ്മൾ ഇച്ചിരി മരുന്ന് കഴിച്ചിട്ട് നമ്മൾ ബാക്കി സമയം ഇരുന്ന് നാമം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുന്നതാണോ നല്ലത് എന്ന് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഏതാണ് നല്ലതെന്ന്. അതുകൊണ്ടാണ് ഈ പലരും എനിക്ക് വ്രതം പറ്റില്ല, കാരണം എനിക്ക് ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പട്ടിണി ഇരിക്കാനും അതല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വ്രതം എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന അമ്മമാർ കാണും, ഗർഭിണികൾ കാണും. അവർക്കൊക്കെ അവരുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് ഇച്ചിരി ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുകയാണെങ്കിൽ ആ നാമജപമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റേതായ ഫലം ലഭിക്കുമെന്ന് നമ്മളെല്ലാവരും ഓർക്കുക. അതുകൊണ്ട് വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ നമ്മൾ ശീലിക്കുക, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇനി ഉള്ളി വെളുത്തുള്ളി ഇങ്ങനെയുള്ള രജസ സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ അത് നമ്മൾ ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പഴവർഗ്ഗങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചോളൂ. ഏത്തപ്പഴം നമുക്ക് അസുഖമൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാം. പക്ഷേ ഏത്തപ്പഴം ചിലപ്പം പച്ചക്കൊക്കെ കഴിക്കുമ്പം ഗ്യാസ് ഉണ്ടാകും. അതുകൊണ്ട് ഏത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ പുഴുങ്ങി കഴിക്കുക. അഥവാ ഏത്തപ്പഴം വേണ്ട എന്നുണ്ടെങ്കിൽ മറ്റു പഴവർഗ്ഗങ്ങൾ കഴിക്കുക. ഈ ഏത്തപ്പഴം ഇതുകൊണ്ടാണ് പറയുന്നത്, കാരണം ഒരു ഫുൾ മീലായിട്ട് അത് കണക്കാക്കും എന്നുള്ളത് കൊണ്ടാണ് പലരും ഈ ഷഷ്ടിക്ക് ഏത്തപ്പഴം കഴിക്കാത്തത്. അതുകൊണ്ട് അക്കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. റാഗിയൊക്കെ നമുക്ക് കുറുക്കി കുടിക്കാം ഈ സമയത്ത്. ഷഷ്ടിക്ക് റാഗിയൊക്കെ അനുവദിച്ചിട്ടുണ്ട്. ഏകാദശിക്കാണ് നമ്മൾ റാഗിയൊന്നും കഴിക്കാത്തത്. ഷഷ്ടി ദിവസം നമുക്ക് റാഗിയൊക്കെ കുറുക്കി കുടിക്കാം. തേങ്ങ ചേർത്തിട്ട്, തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് റാഗി കുറുക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതല്ല, പശുവും പാൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് നല്ല ഒരു ബലമൊക്കെ കിട്ടും, ക്ഷീണമൊന്നും ഉണ്ടാകില്ല. കാരണം കൂടുതൽ സമയം നമുക്കിരുന്ന് നാമം ജപിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ആരോഗ്യം അനുവദിക്കുന്നവർ ഉപവസിക്കുക, ഒരു നേരം ഭക്ഷണം കഴിക്കുക. അതല്ലാത്ത പ്രായമായ ആളുകൾ, ഗർഭിണികൾ, ഇവരുടെയൊക്കെ കാര്യമാണ് ഞാൻ ഈ ഭക്ഷണക്രമത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് പറയുന്നത്. അതല്ലാത്തവർക്ക് ഇങ്ങനെ ഉപവസിക്കാനോ അതല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാനോ സാധിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. ഷുഗറൊക്കെയുള്ള ആളുകൾ
ഭക്ഷണമൊക്കെ ഒന്ന് ലഘൂകരിക്കുമ്പം തന്നെ അവരുടെ ഷുഗറിനൊക്കെ നല്ല വ്യത്യാസം വരും. അതുപോലെ ഈ വാദമുള്ള ആളുകൾ, അമിതമായിട്ട് ഭാരമുള്ള ആളുകൾ, അവരൊക്കെ വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അവരുടെ ശരീരത്തിന് തന്നെ അതിൻ്റേതായ മാറ്റം കുറച്ച് കഴിയുമ്പം ഉണ്ടാകുന്നതായിട്ട് കാണാം. നല്ല ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള മനസ്സും നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഓർക്കുക. 4-ാം തീയതി ഒരിക്കലുണ്ണുക, 5-ാം തീയതി വ്രതത്തിലിരിക്കുക, 6-ാം തീയതി രാവിലെ കുളിച്ച് വിളക്ക് തെളിയിച്ച്, അതല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി, വേലായുധ സ്വാമിയുടെ ക്ഷേത്രം നമ്മുടെ അടുത്തില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയാലും മതി. അവിടെ പോയി പ്രാർത്ഥിച്ച് തീർത്ഥം കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ല എങ്കിലും വീട്ടിൽ വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് കിണ്ടിയിൽ നമ്മൾ അല്പം ജലം ഭഗവാനെ സമർപ്പിച്ച് അത് തീർത്ഥമായി സേവിച്ച് ഒരു പഴമോ അങ്ങനെ എന്തെങ്കിലും ഭഗവാനെ സമർപ്പിച്ച് അതും നമുക്ക് സ്വീകരിച്ചുകൊണ്ട്, പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ഇക്കാര്യങ്ങളൊക്കെയാണ് ഷഷ്ഠിവ്രതത്തെപ്പറ്റി പ്രധാനമായിട്ടും ചിന്തിക്കാനുള്ളത്. പ്രാർത്ഥിച്ചോളൂ, തീർച്ചയായിട്ടും വേലായുധ സ്വാമി നമ്മളെ അനുഗ്രഹിക്കും, സകല ദുരിതങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും, 100% ഉറപ്പാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവരും തന്നെ മാസത്തിൽ ഒരു ഷഷ്ഠി വെച്ചെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു 12 ഷഷ്ഠിവ്രതം ഒരു വർഷം എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ആ തടസ്സങ്ങൾ ഒക്കെ ദുഷ്ടശക്തികളുടെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മളൊരു ദൈവികമായ മാർഗത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ദുഷ്ടശക്തികൾ ധാരാളമായിട്ടുണ്ടാകാം. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോവുക. ഇനി പീരീഡ്സ് ആയിരിക്കുന്നവരാണെങ്കിൽ പോലും സാധാരണ നമ്മൾ വ്രതഭക്ഷണം കഴിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് നാമം ജപിച്ചിരിക്കുക. അവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിളക്ക് തെളിയിക്കാൻ സാധിക്കില്ല. പക്ഷേ അന്നത്തെ ദിവസം വളരെ ശുദ്ധമായ ആഹാരം കഴിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞാൽ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പുണ്യം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നോർക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും അറിയാനുള്ളത്, ശ്രദ്ധിക്കാനുള്ളത്. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.